ഹലോ. ഇന്നിപ്പോൾ നമ്മൾ സൺഡേ ഒരു ഫിലിമിന് പോവാണ് കേട്ടോ. നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കറിയാം, അധികവും ഞങ്ങൾ സൺഡേസിൽ ഫിലിമിനോ അല്ലെങ്കിൽ ജസ്റ്റ് ഔട്ടിങ്ങിനൊക്കെ പോകാറുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാനിങ്ങനെ കൂടുതലും ഔട്ടിങ്ങും ഫിലിമിനൊക്കെ പോകാൻ തുടങ്ങിയത്. ഏട്ടൻ എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു വലിയൊരു ചേഞ്ച് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പോണത് തുടരും എന്നുള്ള ഫിലിം കാണാനായിരുന്നു. മോളും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ മോള് ഫുഡ് കഴിച്ച ഉടനെ തന്നെ മോളെ എടുത്ത് പോയതുകൊണ്ട് അവൾ നല്ല ഉറക്കമായിരുന്നു വണ്ടിയിൽ. നമ്മൾ പൊതുവേ പുറത്തുനിന്ന് സ്നാക്സൊക്കെ മേടിച്ചിട്ട് പോവാറ്. ഇപ്രാവശ്യം അതിനൊന്നും സമയം കിട്ടിയില്ല. 2:30 ഷോയ്ക്ക് നമ്മൾ 2 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ മോളെയും വെച്ചിട്ട് സ്പീഡിൽ പോകാൻ കുറച്ച് സ്ട്രഗിളാണ്. നമ്മൾ കണ്ടു അവളെൻ്റെ തോളിൽ കിടന്ന് ഉറക്കം തൂങ്ങിയോണ്ടേ ഇരിക്കുകയായിരുന്നു. അവൾ എണീറ്റിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടൻ പോയി ഓൺലൈൻ ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ വേഗം ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ മോൾക്ക് നമ്മൾ പുറത്തുനിന്ന് കുറച്ച് അവിടുന്ന് തന്നെ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സ്നാക്സൊക്കെ മേടിച്ചിട്ട് നമ്മൾ കയറുകയാണ് കേട്ടോ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ അവൾ ഉറങ്ങി നീറ്റതും കൂടിയല്ലേ, അവൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഞാനപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. ഹൗസ്ഫുള്ളായിരുന്നു കേട്ടോ. എനിക്ക് കയറുമ്പോഴും എല്ലാവരും ഇങ്ങനെ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ നല്ല പടമാണെന്നൊക്കെ. പക്ഷെ എന്നാലും ഇത്ര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ ബിയോണ്ട് എക്സ്പെക്റ്റേഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും നല്ല പടമാണ് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം മോഹൻലാലിൻ്റെ നല്ലൊരു ഫീൽ ഗുഡ് ഒരു ഫിലിം കണ്ട പോലെ. എനിക്ക് ഇതിനു മുമ്പ് ഇതേപോലെ ബ്രോഡാഡിയാണ് നല്ല ഇഷ്ടമായ. അതുപോലെ അതിനേക്കാൾ നല്ലൊരു പടമായിരുന്നു. ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിക്കാത്ത ലെവലിലുള്ള പോക്കായിരുന്നു. എനിക്ക് ആളുടെ ഇൻട്രോ ഒക്കെ കാണിക്കുന്ന സമയത്തും തിയേറ്ററൊക്കെ ഫുള്ള് പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. നോർമലി നമ്മളെല്ലാവരും എനിക്ക് ഓക്കിയാർക്കുക ചെയ്യാം. ഇതെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ. ഫിലിം സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ അടിപൊളിയായിട്ട് മൂവ് ചെയ്തു. പിന്നെ നമ്മൾ ഇൻ്റർവെല്ലായപ്പോൾ പുറത്തിറങ്ങി മോൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഐസ്ക്രീം കിട്ടിയില്ല കേട്ടോ, തിരക്ക് കാരണം. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സും പിന്നെ അതുപോലെ തന്നെ പോപ്കോണാണ് മേടിച്ചത്. പിന്നെ ചായയും കുടിച്ചിട്ട് നമ്മൾ വീണ്ടും ഫിലിമിന് കയറി. ഫിലിം അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ നേട്ടം പറഞ്ഞ് നമുക്ക് ഫുഡും കൂടി കഴിച്ചിട്ട് പോകാമായിരുന്നു. സത്യം പറഞ്ഞാൽ 6 മണിയായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണപുരത്ത് നമ്മുടെ നാട്ടിൽ തന്നെ രുചി പറഞ്ഞിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയിട്ടാണ് ഞങ്ങൾ അധികം ഇപ്പോൾ കഴിക്കാറ്. ആദ്യം നമ്മൾ ആര്യമ്പാവിലാണ് പോയായിരുന്നത്. ഇപ്പം നമ്മൾ ശ്രീകൃഷ്ണപുരത്താണ് പോവാറ് കഴിക്കാൻ. നല്ല ഫുഡാട്ടോ ഇവിടുത്തെ. ബിരിയാണി ഫ്രൈഡ് ആയിരിക്കും, നല്ല ഹെവിയാണ് കേട്ടോ. ഹെവി ആയതുകൊണ്ട് തന്നെ ഞാനും മോളും കൂടി ഒന്ന് പറഞ്ഞു, ഏട്ടനും ഒന്ന് പറയുകയാണ് ചെയ്തത്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഇത് ഫുള്ള് തീർക്കാൻ പറ്റില്ല. മോളാണെങ്കിൽ ഒരു ചിക്കനൊക്കെ കഴിച്ചോളും. അവൾക്ക് ഇഷ്ടമാണ്, ഫ്രൈഡ് റൈസിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അമ്മയ്ക്ക് പൊറോട്ടയാണ് പാഴ്സൽ ചെയ്തായിരുന്നത്. മോൾക്ക് ആ കൂട്ടത്തിലൊരു ജ്യൂസൊക്കെ മേടിച്ചു കേട്ടോ. ഇനി സത്യം പറഞ്ഞാൽ അവൾക്ക് കുറേ കണ്ടത് കഴിച്ചുകൊണ്ട് വല്ലാണ്ട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ചിക്കനാണ് പറഞ്ഞിട്ട് ചിക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനും കഴിച്ചു. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ്. നമ്മൾ ന്യൂ ഇയറിനും അതുപോലെ എന്തൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ നമ്മൾ ആ വഴി പോവുകയാണെങ്കിലൊക്കെ അധികം അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാറ്. ഇടയ്ക്ക് നമ്മൾ വെറുതെ പോകട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ നൈസായിട്ട് ഫിനിഷ് ചെയ്തു. പിന്നെ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. 6 മണി കഴിഞ്ഞോട് തന്നെ ഇരുട്ടുമായി. പിന്നെ അതുപോലെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് കുറച്ച് പാലും കുറച്ച് സാധനങ്ങളും മേടിച്ച്. നാളികേരമായിരുന്നു മെയിനായിട്ട് വാങ്ങാണ്ടായിരുന്നത്. ഇപ്പോൾ എവിടെയും കിട്ടാനില്ലല്ലോ. അപ്പോൾ നാളികേരം മേടിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പറഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ച പുറത്തിറങ്ങുമ്പോൾ നല്ല അവ മിൽക്ക് എന്തെങ്കിലും കഴിക്കാമെന്നാണ് പറഞ്ഞ ഏട്ടനടുത്ത്. അപ്പോൾ ഏട്ടന് ബിരിയാണി തന്നെ കഴിക്കണം, അത് രുചിയും കൂട്ടിയാണ് എന്നെ പറയും വേണ്ട. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോവുകയാണ്. കാരണം ഇനി നാളെ ഏട്ടന് തിരിച്ച് ജോലിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളുണ്ട്. ഓക്കെ, ബൈ.